സാറേ, നമ്മുടെ ഈ ഓണം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആചാരങ്ങളാണ്. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്ത് പല ആചാരങ്ങൾ, പല ഭക്ഷണം, ഇതൊക്കെയാണ്. ഒരു പൊടിക്ക് ഇങ്ങോട്ട് വന്നേ. അതെ, അപ്പൊ ഇതിൽ ഈ ഓണപ്പൊട്ടൻ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഓണപ്പൊട്ടൻ, അതെ, അത് മലബാറിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. വടക്കൻ കേരളത്തിൽ ഇന്റർനാഷണൽ ആണ്. ഓണപ്പൊട്ടൻ ഇല്ലെങ്കിൽ ഓണം ഇല്ല എന്നുള്ളതാണ് മലബാർ. അതെ, അപ്പൊ നമ്മൾ എന്താണ് ഓണപ്പൊട്ടൻ എന്നൊക്കെ ഉള്ളത് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വീടുകളിൽ ചെന്ന് അനുഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും പുതിയ കാലത്ത് രാത്രികളിൽ പോലും ഓണപ്പൊട്ടൻ വീടുകളിൽ ചെന്ന് അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു റിപ്പോർട്ട് കണ്ടു നോക്കാം. നമ്മുടെ ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ദീപക് വരൂ. മലബാറിലെ നാട്ടുവഴികളിൽ ഓണനാളുകളിൽ ഓണപ്പൊട്ടൻ ഓടിയെത്തും. ഓണം പൂർണ്ണമാകണമെങ്കിൽ ഓണപ്പൊട്ടനെത്തി അനുഗ്രഹിക്കണം. ഓണക്കാലത്ത് മലബാറിലെ ഐശ്വര്യ കാഴ്ചയാണ് ഓണപ്പൊട്ടൻ. പുറപ്പാട് ഒരുക്കം മുതൽ തന്നെ ചടങ്ങുകൾ പ്രധാനമാണ്. വ്രതം നോറ്റ് അകവും പുറവും ശുദ്ധമാക്കി വിളക്ക് വെച്ച് തൊഴുതാണ് മുഖത്തെടുത്ത്. മുടിവെച്ച് കുടയെടുത്താൽ പിന്നെ പുറപ്പെടലായി. കാരണവരുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി യാത്ര തുടങ്ങി. നാട്ടിൻപുറത്തെ ഓരോ വീടുകളിലും കയറി എല്ലാവരെയും അനുഗ്രഹിക്കണം. പകലു തിരക്കേറിയ ഈ കാലത്ത് രാത്രിയിലുമുണ്ട് ഓണപ്പൊട്ടൻ. നേരമിരുട്ടുമ്പോഴും ഓണപ്പൊട്ടന്റെ വരവിനായി കാത്തിരിക്കുകയാണ് നാട്ടിൻപുറത്തെ സാധാരണ മനുഷ്യർ. ഈ നന്മയുടെ തെയ്യക്കോലത്തെ വരവേൽക്കാൻ പാടത്തു പൊട്ടനെത്തി അനുഗ്രഹിച്ചാൽ നൂറുമേനി വിളയുമെന്നതാണ് വിശ്വാസം. ഓണപ്പൊട്ടൻ വന്നാലേ ഓണം പൂർത്തിയാകുള്ളൂ. അപ്പോൾ ഇതൊരു സന്തോഷമാണ് ഓണപ്പൊട്ടൻ വരുന്നത് കാണുന്നതും. പിന്നെ വയലിലൊക്കെ അരി എറിഞ്ഞാൽ സമൃദ്ധിയാണ്. ഉണ്ണി പിറന്നാൽ ആദ്യ ഓണത്തിന് തന്നെ ഓണപ്പൊട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുകയെന്നതും നാട്ടിൻപുറത്തെ പഴയ ശീലങ്ങളാണ്. ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. വീടുകളിൽ ഓരോന്നിലും കയറി അനുഗ്രഹം ചൊരിയണം. ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഓണപ്പൊട്ടനെ വണങ്ങി ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം തേടും. അത് മലബാറിലെ സൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു വേറിട്ട കാഴ്ച കൂടിയാണ്. വീടുകളിൽ ഓണപ്പൊട്ടനെ സ്വീകരിക്കാൻ ഭക്തിപൂർവം കാത്തുനിൽക്കും. നിലവിളക്കും നിറനായിയും ഒഴുക്കി ആചാരവിധി പ്രകാരം. ഓണപ്പൊട്ടൻ്റെ മണികിലിക്കം കേട്ടാൽ മനസ്സിൻ്റെ അകത്തളത്തിൽ ഓണത്തിൻ്റെ തുടിതാളമാകും. പൂക്കളം വലം വെച്ച് വീട്ടിൻ്റെ പടിവാതുക്കിലേക്ക് ഓണപ്പൊട്ടനെത്തി അരിയെറിഞ്ഞ് അനുഗ്രഹിക്കും. വയോവൃദ്ധർ മുതൽ കൊച്ചുകുട്ടികൾക്ക് വരെ ഓണപ്പൊട്ടൻ മനസ്സിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ഞങ്ങൾക്ക് ഓണപ്പൊട്ടനെ വളരെ ഇഷ്ടമാണ്. ഓണപ്പൊട്ടൻ വന്നാൽ ഞങ്ങൾ ഹാപ്പിയാകും. പണ്ടൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കാൻ ആ മണിയടി ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് ഫ്രണ്ട്സും കുട്ടികളും എല്ലാവരുമായിട്ട് ഓടി വന്ന് ഇങ്ങനെ കാത്തു നിൽക്കാൻ. ആ ഓണപ്പൊട്ടനെ കണ്ട് ആ സദ്യയും കഴിച്ചാൽ ഓണം ഉഷാറായി. ഓണപ്പൊട്ടൻ പണ്ടേ വരലുണ്ട്, ഞങ്ങൾ ചെറുപ്പത്തിൽ വരലുണ്ട്. ഓണേശ്വരൻ എന്നും വിളിക്കുന്ന ഓണപ്പൊട്ടൻ മാവേലി മന്നൻ്റെ വരവ് പോലെ ഇതിഹാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തിരുവോണക്കാലത്ത് നന്മയുടെയും മേന്മയുടെയും ഐശ്വര്യത്തിൻ്റെ നിറവാർന്ന ഓർമ്മപ്പെടുത്തൽ. കാലമെത്ര മാറിയാലും മാറ്റമില്ലാതെ മലബാറിൻ്റെ നാട്ടുവഴികളിൽ തുടരുകയാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. എന്നാൽ തിരക്കേറുന്ന കാലത്ത് രാത്രിയിലാണ് ഓണപ്പൊട്ടനെത്തി അനുഗ്രഹിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് ഓണാശംസകൾ. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ദീപക് ധർമ്മടം, 24.